വിശുദ്ധ ബൈബിളിൽ നീതിക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പോരടിക്കുന്ന ധീര വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സ്നാപക യോഹന്നാൻ. രാജാവായ ഹെരോദോസിനോട് അയാൾ തൻ്റെ സഹോദരൻ്റെ ഭാര്യയെ സ്വന്തമാക്കിയതിനെ കുറ്റപ്പെടുത്തിയതിനെ തുടർന്ന് സ്നാപക യോഹന്നാൻ ജയിലിൽ അടയ്ക്കപ്പെടുകയും പിന്നീട് വധിക്കപ്പെടുകയും ചെയ്തു. യഹൂദ സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന അസമത്വങ്ങൾക്കും അനീതികൾക്കും എതിരെയാണ് കടുത്ത ഭാഷയിൽ അന്ന് സ്നാപക യോഹന്നാൻ ശബ്ദമുയർത്തിയത്. തിന്മ അതിൻ്റെ മൂർത്തരൂപം പ്രാപിക്കുമ്പോഴെല്ലാം തന്നെ സ്നാപക യോഹന്നാനെ പോലെ നീതിക്ക് വേണ്ടി നിർഭയം വാദിക്കുവാൻ പ്രവാചക ദൗത്യവുമായി ആരെങ്കിലും ഒരാൾ എല്ലായിടത്തും പ്രത്യക്ഷപ്പെടാറുണ്ട്. ഗാന്ധിജിയും എബ്രഹാം ലിങ്കനുമൊക്കെ ആ കൂട്ടത്തിൽപ്പെടും. മഹാവ്യക്തിത്വങ്ങളായ അവരുടെ ജീവിതങ്ങളോട് താരതമ്യപ്പെടുത്തുവാൻ കഴിയില്ലെങ്കിലും ഇങ്ങ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും അഴിമതിക്കെതിരെയും സത്യത്തിനും നീതിക്കും വേണ്ടിയും നിർഭയം ശബ്ദിക്കുന്ന ഒരു ശബ്ദം ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ ജാതി മത ഭേദമന്യേ പ്രായവ്യത്യാസം കൂടാതെ മലയാളികളുടെ മനസ്സിൽ ഈ നാളുകളിൽ ഒരു ഹീറോ ആയി മാറിയ മാത്യു കുഴൽനാടൻ തന്നെയാണ്. ഏതാനും വർഷങ്ങളായി അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും ധൂർത്തിലും മുന്നോട്ട് പോവുകയായിരുന്നു കേരളത്തിലെ ഭരണാധികാരികൾ. ആ സാഹചര്യത്തിൽ ആരെങ്കിലും ഇത്തരം തിന്മകൾക്കെതിരെ പ്രതികരിക്കാനും നിയമപരമായി പ്രതിഷേധിക്കാനും ഉണ്ടായിരുന്നെങ്കിലെന്ന് ഓരോ സാധാരണക്കാരനായ മലയാളിയും ആഗ്രഹിച്ച് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ജനത്തിനിടയിലേക്ക് പെട്ടെന്ന് അവർക്ക് വേണ്ടി മാത്യു കുഴൽനാടൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഒരു പ്രത്യാശയുടെ തിളക്കം അനേക മനസ്സുകളിൽ മിന്നലൊളി വീശി എന്നുള്ളതാണ് സത്യം. കാരണം അത്രയ്ക്കേറെ സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പോഴത്തെ ഭരണാധികാരികളുടെ ചെയ്തികളെ വെറുത്തു കഴിഞ്ഞിരുന്നു. പുതുപ്പള്ളിയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ കടം കയറി മുടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇന്ന് കേരളം. അങ്ങനെ നിലയില്ലാ കയത്തിൽ മുങ്ങിത്താഴുന്ന ഒരു സംസ്ഥാനത്താണ് അവിടുത്തെ ഭരണാധികാരികൾ ധൂർത്തിനും സ്വജനപക്ഷപാതത്തിനും സ്വാർത്ഥ താൽപ്പര്യങ്ങളുടെ സംരക്ഷണത്തിനും വേണ്ടി ഇപ്പോഴും കോടാനുകോടി രൂപ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് പുറമെയാണ് കേരളത്തിലെ ചില വിവാദ കമ്പനികളിൽ നിന്ന് മാസപ്പടി പോലെ കോടികൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് ഒഴുകിയെന്ന് തോന്നുന്ന വിധത്തിൽ ചില തെളിവുകൾ പുറത്തു വന്നിട്ടുള്ളത്. ഇത്തരം സാഹചര്യങ്ങളിൽ ജനമേൽപ്പിച്ച പ്രതിപക്ഷത്തിൻ്റെ കടമകൾ നിറവേറ്റുന്നതിൽ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു. അങ്ങനെ മനം മടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേരള സമൂഹത്തിന് ആശ്വസിക്കുവാൻ ഒരു കച്ചിത്തുരുമ്പ് എന്നതുപോലെ കൂരിരുട്ടിൽ മിന്നാമിന്നി പോലെ കാലത്തിൻ്റെ കണക്ക് പുസ്തകം ആവശ്യപ്പെടുന്ന ചോദ്യങ്ങളുമായി പെട്ടെന്ന് ഉയർന്നു വരികയായിരുന്നു മാത്യു കുഴൽനാടൻ എന്ന കോൺഗ്രസ്സുകാരൻ മൂവാറ്റുപുഴയുടെ MLA. സത്യത്തിനും നീതിക്കും വേണ്ടി ശബ്ദിച്ച സ്നാപക യോഹന്നാനെ അന്നത്തെ ഭരണാധികാരികൾ തുറുങ്കിലടച്ചതുപോലെ വിമർശനത്തിൻ്റെ സ്വരങ്ങളെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്ന അനീതിയുടെ വിരുന്നുണ്ണുന്ന അധികാരവർഗം കുഴൽനാടനെതിരെയും ഇപ്പോൾ ആഞ്ഞടിക്കുകയാണ്. അതിനുവേണ്ടി അവർ അദ്ദേഹത്തിനെ ഏത് വിധേനയും ഏതെങ്കിലും കള്ളക്കേസുകളിൽ കുടുക്കി നിശബ്ദനാക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യം എങ്ങനെയും ചോർത്തിക്കളയുക എന്നത് മാത്രമാണ് അവരുടെ ഇപ്പോഴത്തെ ഏക ലക്ഷ്യം. തീയിൽ കുരുത്തത് വെയിലത്ത് വാടുക സാധാരണമല്ലല്ലോ. കോതമംഗലത്തെ ഒരു പുരാതന ക്രൈസ്തവ കാർഷിക കുടുംബത്തിലെ 6ാമത്തെ മകനായി ജനിച്ച മാത്യുവിനെ മാതാപിതാക്കൾ വളർത്തിയത് തികഞ്ഞ ക്രൈസ്തവ ബോധ്യങ്ങളിൽ തന്നെയാണ്. മാതാപിതാക്കളിൽ നിന്ന് അധ്വാനശീലത്തോടൊപ്പം ദൈവഭക്തിയും സത്യത്തോടും നീതിയോടും ചേർന്ന് നിൽക്കുവാനുള്ള ആർജവവും മാത്യു ചെറുപ്പം മുതലേ സ്വന്തമാക്കിയിരുന്നു. അതിനാൽ തന്നെ രാഷ്ട്രീയത്തെ മുഖ്യ വരുമാന മാർഗമായി കാണുന്ന ഭൂരിപക്ഷം രാഷ്ട്രീയക്കാർക്കിടയിൽ ഒരൊറ്റയാനായി മാറിയിരിക്കുകയാണ് ഈ മൂവാറ്റുപുഴ MLA. പൊതുവെ എതിരാളികളുടെ ദൗർബല്യങ്ങൾ കണ്ടെത്തി അതുപയോഗിച്ച് അവരുടെ വായ അടപ്പിക്കുക എന്നതാണ് അഴിമതിക്കാരായ ഭരണാധികാരികൾ ചെയ്യുന്ന തന്ത്രം. പക്ഷേ
മുൻപ് പറഞ്ഞ നിലപാടുകളുമായി ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ അത്തരം കുതന്ത്രങ്ങൾ വഴി തോൽപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച ഇവിടുത്തെ ഭരണാധികാരികൾക്ക് അത് നന്നായിട്ടറിയാം. അതാണ് ഇന്നത്തെ കേരളത്തിലെ ഭരണാധികാരികൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയും. അതിനാൽ മാത്യു കുഴൽനാടൻ എന്ന തങ്ങളെ എതിർക്കുന്ന തങ്ങളുടെ ഏറ്റവും വലിയ എതിരാളിയെ ഏത് വിധേനയും ഒരു കുരുക്കിൽ വീഴ്ത്തുവാൻ അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. മാത്യു കുഴൽനാടൻ തന്നെ സ്വയം പറഞ്ഞതുപോലെ തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും അധികം ശക്തി ലഭിക്കുന്നത് ലോകമെങ്ങുമുള്ള മലയാളികളുടെ പ്രാർത്ഥനകളിൽ നിന്ന് തന്നെയാണ്. തനിക്കായി പ്രാർത്ഥിക്കുന്ന അനേകരുടെ പ്രാർത്ഥന പരിചയാക്കി മാറ്റി ശരശയ്യയിൽ കിടക്കേണ്ടി വന്നാലും പോരാട്ടം തുടരുമെന്ന് പറഞ്ഞ മാത്യു എന്ന തീര പോരാളിയെ പ്രാർത്ഥന കൊണ്ടും സർവാത്മന ഉള്ള പിന്തുണ കൊണ്ടും ചേർത്ത് പിടിക്കുവാൻ ഓരോ മലയാളിക്കും കടമയുണ്ട്. കേരള സമൂഹത്തെ കണ്ണുനീരിലാഴ്ത്തി ഉമ്മൻചാണ്ടി വിട പറഞ്ഞതിന് ശേഷം ഈ കാലഘട്ടത്തിൽ ജനഹൃദയങ്ങളിലേക്ക് ഇത്രയേറെ കയറിപ്പറ്റിയ മറ്റൊരു ജനപ്രതിനിധി ഈ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അതിനാൽ തന്നെ അദ്ദേഹം കേരളത്തിന് നൽകുന്ന പ്രത്യാശ ചെറുതൊന്നുമല്ല. കേരളത്തെ വീണ്ടും ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി മാറ്റുവാൻ മാത്യുവിനെ പോലെ കൂടുതൽ നേതാക്കൾ കേരളത്തിൽ ഉണർന്നു വരേണ്ടിയിരിക്കുന്നു. മദ്യവും മയക്കുമരുന്നും ലോട്ടറിയും നിയന്ത്രിക്കുന്ന ഇന്നത്തെ കേരളത്തെ വീണ്ടും നന്മ നിറഞ്ഞ പഴയ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാൻ അത്തരം നേതാക്കൾക്ക് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് കാരണം. ആത്യന്തികമായി ഒരു ജനപ്രതിനിധിയുടെ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളുടെ പിന്തുണ തന്നെയാണ്. അതിനാൽ തന്നെ അഴിമതിക്കും ധൂർത്തിനും സ്വജനപക്ഷപാതത്തിനും സ്വാർത്ഥതയ്ക്കുമെതിരെയുള്ള പോരാട്ടത്തിൽ മാത്യു കുഴൽനാടന് പൂർണ്ണ പിന്തുണ നൽകുവാൻ നമുക്ക് കഴിയട്ടെ.